സുജാതൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അസാന്നിധ്യം അനുഭവപ്പെട്ടു. കൊടിയുടെ പച്ചക്കൊടി. അപ്പോൾ പച്ചക്കൊടി വേണ്ടാന്ന് വെച്ചതുകൊണ്ട് കോൺഗ്രസ് കൊടികളും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്താണ് ഈ പച്ചക്കൊടി ഇല്ലാതെ പോയത്? ഇത് ഒരു 5 വർഷത്തിന് മുമ്പുള്ള ഒരു ചരിത്ര അനുഭവം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. കാരണം അന്ന് വയനാടിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് പ്രചരിച്ച കുറേ ചിത്രങ്ങളുണ്ട്. അത് കറാച്ചിയിലെ PPPയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ നടക്കുന്ന ഒരു പ്രകടനത്തിൻ്റെ സ്വഭാവവും ചിത്രവുമായിട്ടാണ് അത് തോന്നിയത്. അത് രാഹുൽ ഗാന്ധിക്ക് വയനാടിൽ ഗുണം ചെയ്യുമായിരിക്കും, പക്ഷേ കേരളത്തിന് പുറത്ത് അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി കഴിഞ്ഞ തവണ. അത് ആ കൈപ്പേറിയ അനുഭവം ആവർത്തിക്കേണ്ട എന്നവർ കരുതിയിരിക്കും. അങ്ങനെയാണെങ്കിലും ഈ പച്ചക്കൊടി അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല, അതവർ മായ്ച്ചിട്ടുണ്ടാവില്ല. പച്ചക്കൊടിയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിൻ്റെ പതാകയും അവർ മാറ്റി വെച്ചു. അതൊരു ഐക്യദാർഢ്യ പ്രകടനം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ മുസ്ലിം ലീഗിനെ വിഷമിപ്പിക്കാതായിരിക്കാനായിരിക്കാം. 2 കോടി ഞങ്ങൾ 2 കോടി ഉപയോഗിച്ചില്ല. കൊടികളൊന്നും വേണ്ട. ഇനി കൊടി വേണ്ട എങ്കിലും ഓരോന്നിങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു കാലം വരും. ഇപ്പോൾ K മുരളീധരൻ ടീഷർട്ട് ഇട്ടാണ് തൃശ്ശൂരിൽ പ്രചരണത്തിനിറങ്ങിയിരിക്കുന്നത്. ചൂടുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ IB ഈഡൻ എത്രയോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനും ടീഷർട്ടിലായിരുന്നു. അപ്പോൾ ഖദർ പതുക്കെ അടുത്ത തലമുറയിലെ കോൺഗ്രസ്സുകാർ രാവിലത്തെ സവാരിക്ക് ഹൈബി മറ്റേ ഇത് ടീഷർട്ടിലാണെന്ന് തോന്നുന്നു. അല്ല, ഇലക്ഷൻ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും ചർച്ചകളിൽ പങ്കെടുത്തതും പ്രസ് ക്ലബ്ബിൽ ഓടി വന്ന് പത്രക്കാരോട് സംസാരിച്ചതൊക്കെ അന്ന് ടീഷർട്ടായിരുന്നു. ഈ ഉഷ്ണകാലത്ത് ഒരുപക്ഷെ ഖദറിൻ്റെ സുഖം സുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ഊരി മാറ്റുമ്പോഴാണ് ഖദറിൻ്റെ സുഖം അറിയുന്നത് എന്നൊരനുഭവം അറിയാൻ വേണ്ടിയായിരിക്കും, സ്വയം അറിയാൻ വേണ്ടി. ഈ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ നെഹ്റുവിൻ്റെയൊക്കെ കാലത്തുമൊക്കെ ഈ പച്ചക്കൊടിക്ക് ഇത് തന്നെയാണ് അവസ്ഥ. കാരണം നെഹ്റു അല്ലേ ഇത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ എന്ന് മറ്റു പറഞ്ഞു. ചത്ത കുതിര എന്ന് ലീഗിനെ വിശേഷിപ്പിച്ച ആളാണല്ലോ. മാത്രമല്ല 64 ലീഗുമായിട്ട് ഐക്യത്തിൽ കേരളത്തിൽ മത്സരിക്കുകയും പട്ടംതാണ പിള്ളയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വരികയും ചെയ്തപ്പോൾ ആ മന്ത്രിസഭ കൂട്ടുമന്ത്രിസഭ കേരളത്തിലെ ആദ്യത്തെ കൂട്ടുമന്ത്രിസഭയാണെന്ന് തോന്നുന്നു. അതിൽ ലീഗിൻ്റെ ഒരു മന്ത്രിയാക്കി എടുക്കാൻ നെഹ്റു എതിരായിരുന്നു. കറക്റ്റാണ്. എന്നിട്ട് സ്പീക്കറായിട്ട് അവസാനം CH മുഹമ്മദ് കോയ രണ്ടാമത് സ്പീക്കറായ ആദ്യം സീതി സാഹിബ്. അതെ, സ്പീക്കർ ആക്കുമ്പോൾ CK ഗോവിന്ദൻ നായരായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എന്ന് തോന്നുന്നു. മറ്റേ രാജിവെക്കണം, ലീഗിലെ മെമ്പർഷിപ്പ് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടാണ് സ്പീക്കറായത്. അങ്ങനെ ഉണ്ടായിരുന്നു. CK ഗോവിന്ദൻ നായർ പറഞ്ഞു ഈ പറ്റില്ല, മുസ്ലിം ലീഗുകാരനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ മറ്റേ മെമ്പർഷിപ്പ് രാജിവെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അങ്ങനെ പക്ഷേ ആ രാഷ്ട്രീയ പതിത്വം ലീഗിന് ഇല്ലാതാക്കി കൊടുത്തത് EMS ആണ്. അത് കറക്റ്റ്. 67 സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി ലീഗിനെ അധികാരത്തിൻ്റെ രുചിപീഠത്തിലെത്തിക്കുകയും മുസ്ലിം ലീഗ് ഏത് മുന്നണിക്കും ഇടത് വലത് മുന്നണികൾക്ക് എന്നും സ്വീകാര്യമായ ഒരു ഘടകകക്ഷിയായി തീരുകയും ചെയ്യും. പക്ഷേ ആ മന്ത്രിസഭയെ കേന്ദ്രം പുറത്താക്കുന്നതിന് വെറും 1 മാസം മുമ്പാണ് മലപ്പുറം ജില്ല കൊടുത്തത് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ. അല്ല, അത് മന്ത്രിസഭയെ കേന്ദ്രം പുറത്താക്കിയതാണ്. അഴിമതി ആരോപണത്തിൽ അവർ സ്വയം രാജിവെച്ച് പോയതല്ലേ. M ഗോവിന്ദൻ നായർക്കും TV തോമസിനെതിരെ അന്വേഷണം. നിങ്ങൾക്ക് രാജിവെച്ച് പോകാമെന്നോ മറ്റോ നെഹ്റു പറഞ്ഞിരുന്നു. അല്ല, അന്ന് നെഹ്റു ഇല്ല. ഇന്ദിരാഗാന്ധിയുടെ ഉപദേശത്തോടു കൂടി ആണ് 59 രാമേന്ദ്ര 59 ഇവർക്ക് രക്തസാക്ഷിത്വം വേണമെന്നുള്ളതുകൊണ്ട് EMS അങ്ങനെ നിന്നതാണ്. അതെ മറ്റേ മലപ്പുറം അനുവദിച്ചു കൊടുത്തപ്പോൾ കംപ്ലീറ്റ് അഴിമതി ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്തതിലും പിന്നെ EMSന് സ്ഥാപിത താല്പര്യം ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജില്ലയാണ്, 2
അതോടുകൂടി വളരെ വിസ്തൃതമായി കിടന്ന കോഴിക്കോട് ജില്ല ഭരണപരമായ ഒരു സൗകര്യം എന്ന നിലയിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് വരികയും, പക്ഷേ അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്ത്. അതോടെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ഭരണമണ്ഡലത്തിൽ ലീഗ് ഒരു ശക്തിയായി മാറുന്നത്. ഇന്ന് ലീഗിനെ ഭയന്ന് കോൺഗ്രസ്സിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താന്ന് വെച്ചാൽ കരുണാകരൻ അത് ഈ മേജർ വകുപ്പുകളൊക്കെ പൊതുമരാമത്ത്, വ്യവസായം, വിദ്യാഭ്യാസം, അങ്ങനെ ഏതാണ്ട് 80% കൊള്ളാവുന്ന വരുമാനവും ഒക്കെ കിട്ടുന്നതൊക്കെ ലീഗിന്. പിന്നെ രാജ്യസഭാംഗത്വം, MA കുട്ടപ്പന ഒരു സ്റ്റേജിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ. അതെ, അങ്ങനെ ഭരണഘടനയിൽ അതുവരെ ഒന്നും കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഉപമുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയായി. അന്ന് ഈ പറഞ്ഞ പോലെ കുട്ടപ്പന വെട്ടാനായിട്ട് കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്ക് രാജ്യസഭാ സ്ഥാനം കൊടുത്തു. ഇപ്പോഴും അതുപോലത്തെ രാജ്യസഭാ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതെ, 3ാം സീറ്റിൻ്റെ വിവാദം അസ്തമിപ്പിച്ചത് ആ വാഗ്ദാനം വെച്ചിട്ടല്ലേ. ഈ നെഹ്റുവിൻ്റെ പാരമ്പര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ചത്തകുതിര റെയിൽവേ സ്റ്റേഷനിലെ മറ്റേ പച്ചക്കൊടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ലിയാഖത്ത് അലി ഖാനുമായിട്ടൊരു സന്ധി 1950 ഡൽഹിയിൽ വെച്ച് ചെയ്തിരുന്നു. അതും കുഴപ്പം ധാരാളമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാർട്ടീഷൻ കാലത്ത് നെഹ്റുവിന് എങ്ങനെയും അധികാരത്തിൽ വരാനൊരു ആവേശമായി. അപ്പോൾ ഇന്ത്യ 1 or 2 ആയിട്ടോ വെട്ടിമുറിച്ചാലും വേണ്ടില്ല, ശേഷിക്കുന്ന ഭാഗം ഇല്ലെങ്കിൽ, കാരണം എത്ര കാലം ഈ സുഭാഷ് ചന്ദ്രബോസ് ചത്തെന്നോ ജീവിച്ചിരിക്കുന്നെന്നോ ഒന്നും വ്യക്തമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരത്തിൽ വരാൻ നെഹ്റുവിന് ഒരാവേശമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഗത്യന്തരമില്ലാതെ അതിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയും വന്നു. അപ്പോൾ അതിന് പാകിസ്ഥാന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ നെഹ്റു ഒരുക്കമായിരുന്നു. അല്ല, ഗാന്ധി പറഞ്ഞു അങ്ങനെ പാർട്ടീഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നെഹ്റു പറഞ്ഞു അയാൾക്ക് പ്രധാനമന്ത്രി ആവാം, പക്ഷെ പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞു. ഈ വിഭജനത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു നിൽപ്പായിരുന്നു ഈ സ്വയം പ്രധാനമന്ത്രിയാകാൻ വേണ്ടി. അതാണ് പൈതൃകം എന്ന് പറയുന്നത്. ഈ പച്ചക്കൊടി അവിടെ വെക്കാത്തതിന് ഇനി എൻ്റെ ഒരു സംശയം, ഇപ്പോൾ SDPI പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസ്സിന്, അതും പശ്ചാത്തലത്തിലുണ്ടാവുമോ? അല്ല, പച്ചക്കൊടി കൊണ്ടുവരുന്നതിനെ SDPI എതിർക്കുന്ന എന്തിനാ? SDPIക്ക് പച്ചക്കൊടി SDPI അല്ല എതിർക്കുന്നത്, കോൺഗ്രസ്സിനൊരു ജാള്യതയുണ്ടോ അക്കാര്യത്തിൽ? അതുകൊണ്ടാണോ ഈ പച്ചക്കൊടി ഒഴിവാക്കുന്നത്? കോൺഗ്രസ്സിനിപ്പോൾ SDPI ഇപ്പോൾ അവരുടെ തുണ്ടയിലെ ഒരു മുള്ളായിരിക്കുകയാണ്. വിഴുങ്ങാനും വയ്യ, അവർക്ക് എടുത്തു കളയാനും പറ്റുന്നില്ല. പക്ഷേ അവരുടെ പ്രതിനിധികളൊക്കെ ഇപ്പോൾ അതിനെപ്പറ്റി ന്യായീകരിക്കുന്നത് വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. വോട്ടിന് പതിത്തമില്ല, ആർക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധാരണ വാദഗതികളാണ്. പക്ഷേ PFIയുടെ രാഷ്ട്രീയ രൂപമാണ്, നിരോധിത സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI എന്നതും SDPI ഉയർത്തുന്ന രാഷ്ട്രീയ സാമുദായിക നിലപാട് വിധ്വംസക സ്വഭാവമുള്ളതാണെന്നും ഈ നാട്ടിലെ പൊതു സമൂഹത്തിനറിയാം. അവരുമായിട്ടൊരു ഓപ്പൺ അലയൻസ് കോൺഗ്രസിൻ്റെ ഹരാഗിരിയായിരിക്കുമോ? തീർച്ചയായിട്ടും ഹരാഗിരിയായിരിക്കും. കാരണം SDPIയോട് ഓപ്പണായിട്ട് ഒരു ഐക്യത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഒരു ട്രഡീഷണൽ ബേസ് ആയിരിക്കും കോൺഗ്രസ്സിന്. 2019 SDPI UDFിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അത് അന്ന് അവർ സ്ഥാനാർത്ഥികളെയും നിർത്തിയിരുന്നു. അത് ചില മണ്ഡലങ്ങളിൽ നിർത്താതെയും ഇരുന്നു. പക്ഷേ അന്ന് വോട്ട് ചെയ്തത് 10 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയോ മറ്റോ നിർത്തിയിരുന്നു. അന്ന് PFI നിരോധിക്കപ്പെട്ടിട്ടില്ല. അത് ശരിയാണ്. അപ്പോൾ ഇവർ PFI അപകടകാരിയാണ്, അതിൻ്റെ നേതാക്കളടക്കം തിഹാർ ജയിലിൽ കിടക്കുന്നു. ആ അവസ്ഥയിൽ ഇവർ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളുടെ പിന്നിലുള്ള ആളുകളാണ്. സാമുദായിക കലാപം ഉണ്ടാക്കുന്നു, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം മുതൽ ഇങ്ങോട്ടുള്ളത്. അതൊന്നും ആ നടന്ന കാലത്ത് ജനങ്ങളിൽ അത്ര സ്വാധീനിച്ചില്ലെങ്കിലും അതിനെ തുടർന്ന് ഇത്രയും കാലത്തിനിടയിൽ, ഒരു 10 വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റം നമുക്ക്
കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ സംഘടനകൾ SDPI പോലുള്ള സംഘടനകൾ രാഷ്ട്രീയ മാന്യത ഉണ്ടാക്കി കൊടുക്കുന്നത് അപകടകരമാണെന്ന് ചിന്തിക്കുന്ന ഒരു സാമാന്യ ജനം ഉണ്ട്. അത് കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ വോട്ട് ബാങ്കായ ചില ഗ്രൂപ്പുകളുമുണ്ട്. അവരെ നഷ്ടപ്പെടും. പ്രത്യേകിച്ചും ഈ സെൻട്രൽ കേരള കാത്തലിക്സ് വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, വിവിധ പാല മുതൽ ഇറാറ്റുപേട്ട, മൂവാറ്റുപുഴ, തൊടുപുഴ ഏരിയയിലുള്ള ആളുകൾ, അവരുടെ പിന്തുണ പോകും കോൺഗ്രസ്സിന്. അവരില്ലെങ്കിൽ അവർക്ക് കോട്ടയം സീറ്റ് അടക്കം ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതായിരിക്കും ഞാൻ പറഞ്ഞത്. SDPIക്ക് കൊണ്ട് കഴിഞ്ഞ തവണ പറയുന്നത് ഈ കാസർഗോഡ്, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ UDFന് ഗുണം കിട്ടി. 30 കൊല്ലം LDFന്റെ കയ്യിലിരുന്ന കാസർഗോഡ് ഉണ്ണിത്താൻ ജയിച്ചു വന്നതിലൊക്കെ ഇവരുടെ പങ്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ 2019. അപ്പോൾ 2019 മറ്റേ SDPIയുടെ വോട്ട് സ്വീകരിച്ചാൽ ഇത്തവണ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? നിരോധനം എന്ത് വ്യത്യാസമാണ് അതിൽ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ സ്വീകരിക്കുന്ന കാര്യം ഒന്നാമത് ഇങ്ങനെ അവരൊരു ഓപ്പൺ പിന്തുണയും കൂടെ പ്രഖ്യാപിച്ചപ്പോൾ ഇത് കേരളത്തിൽ ചിലപ്പോൾ 1-2 സീറ്റിൽ ഗുണം ചെയ്താലും ഇത് നോർത്ത് ഇന്ത്യയിൽ BJPക്കാർ വെറുതെ ഇരിക്കുമോ? നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകകക്ഷി ആരാണ് എന്ന കാര്യം അവർ ഡൽഹി മുതൽ UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാനിലെല്ലാം പറയില്ലേ? ഇന്നലെ കർണാടകയിലെ റാലിയിൽ അമിത്ഷാ ഇത് പറഞ്ഞു കഴിഞ്ഞു. അമിത്ഷാ പറഞ്ഞു ഇന്ത്യയുടെ പരമാധികാരത്തിൽ സോവർണിറ്റി താല്പര്യമില്ല കോൺഗ്രസ്സിന്. കണ്ടില്ലേ കേരളത്തിൽ അവർ SDPIയുടെ കൂടെയാണ്. അദ്ദേഹം ഇന്നലെ റാലിയിൽ പറഞ്ഞു. കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് UAPA ചുമത്തി SDPIയൊക്കെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട സംഘടനയാണ് കോൺഗ്രസ്. അമിത്ഷാ പറഞ്ഞ വാചകങ്ങളാണ് ഞാനീ പറയുന്നത്. രാമനഗരയിലെ റോഡ് ഷോയിലാണ് അമിത്ഷാ ഇത് പറഞ്ഞിരിക്കുന്നത്. ബംഗളൂരുവിൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ. മറുവശത്ത് കോൺഗ്രസിന് SDPI പിന്തുണ. ഇവിടെ വർത്താനം വേറെ. എങ്ങനെയാണ് നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് ഇവിടെ സുരക്ഷിതരായിരിക്കുക? അദ്ദേഹം ചോദിച്ചു റാലിയിൽ. അല്ലേ, ഈ വൈരുദ്ധ്യം ഈ വയനാട് മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത്. വയനാട് മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനകത്ത് പോലും ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ. ഉണ്ട്. ഇന്ത്യ ബ്ലോക്കിലെ ഒരു കക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളിൽ ഒരാൾ. അതെ അതെ അതെ. അപ്പോൾ ഇതെവരെ എങ്ങനെ കേരളത്തിന് പുറത്ത് വ്യാഖ്യാനിക്കും? അത് പിണറായി വിജയൻ അത് ചോദിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി കാണിക്കുന്നത് കാപട്യമാണ്, കാരണം ആ കൂട്ടത്തിലുള്ള CPI സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്, പിന്നെ എന്തിനാണ് എതിരായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന പിണറായി വിജയനും പക്ഷെ പച്ചക്കൊടിയുടെ കൂടെ അല്ലേ? അത് ആണ് പിണറായി വിജയൻ്റെ ചോദ്യം തിരിച്ചായിരുന്നു വരേണ്ടിയിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. അപ്പോൾ അവിടെ CPIയോ LDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയോ മത്സരിക്കാതിരിക്കുകയായിരുന്നു വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായ ഒരു ഇന്ത്യ ബ്ലോക്ക് ഒറ്റക്കെട്ടായി രാംലീല മൈതാനത്ത് മെനങ്ങാന്ന് കാണിച്ച പോലുള്ള ഒരു ഏകീകൃത സ്വഭാവം അവർക്കുണ്ടെങ്കിൽ ആനി രാജ ഉടനെ പിൻവലിക്കപ്പെടണം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം. രാഹുൽ ഗാന്ധിക്ക് ഓപ്പണായിട്ട് പിന്തുണയും പ്രഖ്യാപിക്കണം. അത് ചെയ്യാതെ തിരിച്ച് ആദ്യം കയറി വെടിവെക്കുന്നു എന്നുള്ള സ്കോർ മാത്രമേ പിണറായി വിജയന് അതിൽ നിന്ന് നേടാൻ പറ്റുന്നുള്ളൂ. ഈ തമിഴ്നാട്ടിൽ ഈ കോയമ്പത്തൂരിൽ നിന്ന് ഈ DMK മുന്നണിയിലാണല്ലോ CPM. കോയമ്പത്തൂർ സീറ്റിൽ നിന്ന് ഓടിച്ചിട്ട് അവരെ ഡിണ്ടിഗലിൽ സീറ്റ് കൊടുത്തു CPMന്. പക്ഷെ ഡിണ്ടിഗലിൽ CPMനെതിരെ നിൽക്കുന്നുണ്ട് SDPI. എന്നാൽ DMK മുന്നണിയിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് പാർലമെന്റ് ഡിണ്ടിഗലിൽ. അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു സംഗതിയിലേക്ക്. കാരണം കർണാടകയിലും കേരളത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. അപ്പോൾ UDFന് പിന്തുണ കൊടുക്കും എന്നുള്ളത് വ്യക്തമായി ആ ഡിണ്ടിഗൽ സംഭവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇത് ഈ പച്ചക്കൊടി ഒഴിവാക്കുമ്പോൾ നമ്മൾ ഈ സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ കാണുന്നത് പോലെ ഈ അദൃശ്യ ബിംബങ്ങൾ കാണുമല്ലോ. ഈ കാണാതിരുന്ന അല്ലെങ്കിൽ അസാന്നിധ്യമായിരുന്ന അപ്രത്യക്ഷമായിരുന്ന പച്ചക്കൊടി ഇപ്പോൾ കേരളത്തിൽ
ഒരു UDFന്റെ മുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുകളിൽ ഒരു കരിനിഴലായി വീണ് കിടക്കുകയാണെന്ന് സുജാതന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പുറത്ത് പൊന്നാനി മലപ്പുറം സീറ്റുകളിൽ ഇത് എങ്ങനെ UDF ഒഴിവാക്കും? അവിടെ കോൺഗ്രസ് നേതാക്കൾ പോയി പച്ചക്കൊടിക്ക് കീഴിൽ നിന്ന് പ്രസംഗിക്കണമല്ലോ. അതെ. അപ്പോൾ ഈ വയനാട് മണ്ഡലത്തിൽ നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കൂടി ഉൾപ്പെട്ടതാണ്. അപ്പോൾ നിലമ്പൂർ കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിൽ വരുമ്പോൾ ഇവർക്ക് ഈ പച്ചക്കറിയോടുള്ള ചതുർത്ഥി ഈ ഒരു ചടങ്ങായിട്ട് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഈ റോഡ് ഷോയുടെ സമയത്ത് മാത്രം താൽക്കാലികം. അതെ അതെ, ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇതൊരു സ്ഥിരം പ്രതിഭാസമാകാനിടയില്ല. മറ്റേ ഇലക്ഷനിൽ ഇത് നോർത്ത് ഇന്ത്യയിൽ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെ, ഈ ടി സിദ്ദിഖ് പറഞ്ഞു ഞങ്ങൾക്ക് കൊടി വിഷയമല്ല, രാഹുൽ ഗാന്ധി ഒരു ബ്രാൻഡാണ്, ആ ബ്രാൻഡാണ് പ്രധാനം. അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഉണ്ടോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അതാണ് അവരുടെ ബ്രാൻഡെങ്കിൽ അത് വലിയ പരിതാപകരമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാവിക്ക്. അതവർ സിദ്ദിഖ് പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഈ പച്ചക്കൊടി ഇല്ലാതിരുന്നത് മുസ്ലിം ലീഗിലൊരു അസംതൃപ്തി. വയനാട്ടിൽ പച്ചക്കൊടി ഇല്ലായിരുന്നത് അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ എന്നാൽ പിന്നെ ഒരു കൊടിയും വേണ്ട എന്ന് വെച്ചത്. കുഞ്ഞാലിക്കുട്ടിയോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതൊന്നും മാറ്റുന്നുള്ളൂ, ഞങ്ങൾ ഒരു കൊടിയും വയ്ക്കുന്നില്ല. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾ കോൺഗ്രസിൻ്റെ കൊടി വയ്ക്ക് എന്നല്ലേ പറയുള്ളൂ. കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് മത്സരിക്കാൻ വന്നൊരു സ്ഥലത്തുനിന്ന് കോൺഗ്രസിൻ്റെ കൊടി മാറ്റുന്ന എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി എന്ന ന്യായം കുഞ്ഞാലിക്കുട്ടി ഉന്നയിക്കും. ഇത് ലീഗുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും ഈ SDPIയുടെ പരസ്യ പിന്തുണ വന്ന പശ്ചാത്തലത്തിൽ ഈ കൊടിക്കാര്യം ചിലപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.